ഒരുപാട് നല്ല പ്രൊഫഷണൽ സ്പാകളുണ്ട്. അവിടെ അത് സ്പാകൾ നടത്തുന്ന ആളുകളുണ്ട്, അവിടെ തെറാപ്പിസ്റ്റുകളുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സിനിമയെ സിനിമ 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 കുറച്ച് ഗ്രേ ഷെയ്ഡും തമാശകളും ഒക്കെ ഉള്ള സിനിമയാണ്. അത് ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന തമാശ രംഗങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ തമാശകൾ, ഒരുപക്ഷെ കുറച്ചൊരു അഡൽട്ട് തമാശകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സിനിമ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു തമാശ സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ വേറെ സൈഡിൽ വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ള ആളുകളുമുണ്ട്. അപ്പൊ ഞാൻ കരുതി ഇതിന്റെ 2 വേർഷൻസും രണ്ട് ലെയറുകളാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സിനിമയെ കുറിച്ചാണ്. സിനിമയിൽ ഉള്ള ആക്ടേഴ്സാണ്, എല്ലാ ആക്ടേഴ്സിനും അറിയാവുന്നതാണ്. വിജയൻ സാർ, രവി സാർ, ശ്രീകാന്ത്, ജോജി, ശ്രുതി, മോചിത, രാധിക, മേഘ, അങ്ങനെയുള്ള ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നല്ലോ, പുതുമുഖം ശ്രീലക്ഷ്മി, ശ്രീജ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ കൂടെ തന്നെ ഇവർ സിനിമയിലെ ആക്ടേഴ്സാണ്. സിനിമയിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കും. ഇനി സിനിമയ്ക്ക് അപ്പുറം ഇതിങ്ങനെ ഒരു കണ്ടംപററി ആയിട്ട് ഇങ്ങനൊരു പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പാ സെന്റേഴ്സ്.